ചെടികളെ പൂക്കാനും അതേപോലെ തന്നെ കായ്ക്കാനും അതേപോലെ തന്നെ പച്ച പിടിക്കാനും, അതായത് റോസിന് പൂ പിടിക്കാനായിട്ട് നമുക്ക് എപ്സം സാൾട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് എന്നറിയപ്പെടുന്ന നമ്മളെ സ്വന്തം എപ്സം സാൾട്ട് നിറച്ച് പൂ കിട്ടാനും, അതേപോലെ തന്നെ മറ്റുള്ള കായ്ക്കുന്ന ചെടികൾ, അതായത് മാവ്, പ്ലാവ്, അതേപോലെ തന്നെ റംബൂട്ടാൻ, മാംഗസ്റ്റീൻ, അതേപോലുള്ള എല്ലാ പഴച്ചെടികൾക്കും കൊടുക്കാം. അതേപോലെ തന്നെ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, റോസിനാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ 5 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കിയതിന് ശേഷം കുറേശ്ശെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇലയിൽ കൂടെ വീണെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. ലൈറ്റായിട്ട് പൂവാളിക്ക് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ചെടികൾ നന്നായിട്ട് പൂ കിട്ടാൻ വേണ്ടിയായിട്ട് നഴ്സറികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് എപ്സം സാൾട്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗോൾഡൻ കാസ്കേഡിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ വരുന്ന ഒരു സാഹചര്യം നമ്മളിതിനകത്ത് കാണുന്നുണ്ട്. ഏറ്റവും നല്ല ഒരു വളമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും എപ്സം സാൾട്ട്. അതേപോലെ തന്നെ പഴച്ചെടികളിൽ താണ്ട് ഇതിപ്പം അത് കൊടുത്തതിന് ശേഷം നമ്മളിത് കൊണ്ടുവരുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അന്ന് ഇതിന് ഇത്രയും പൂവോ കായോ ഒന്നും ഇല്ലായിരുന്നു. എപ്സം സാൾട്ടാണ് ഇപ്പം കൊടുത്തത്. ബേറാപ്പിളാണ്. ബേറാപ്പിളിനകത്ത് ആ കായ്ച്ച് കിടക്കുന്നത് കാണാം. മാവിനും പ്ലാവിനും ഒക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് കുറേശ്ശെ, അതായത് ഒരു മാവിനൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കൈവെള്ളയിൽ എത്ര കിടക്കുമോ അത്രയും തന്നെ എടുത്ത് കൈവെള്ളയിൽ വീഴത്തക്ക രീതിയിലുള്ള എത്ര വീഴുമോ അതല്ലെങ്കിൽ 2 സ്പൂൺ 5 ലിറ്റർ വെള്ളത്തിനായിട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കുക. അതിനുശേഷം കുറേശ്ശെ മൂട്ടിലും നല്ല പോലെ തടം പോലെ ആക്കിയതിന് ശേഷം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അത് പൂ കിട്ടാനും അതേപോലെ തന്നെ പച്ചപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും മഞ്ഞളപ്പുണ്ടേ മാറാൻ, തെങ്ങിനൊക്കെ മഞ്ഞളപ്പ് മാറാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഇതാണ് നമ്മളുടെ സ്വന്തം ഉപ്പ്, എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്ന നല്ല ക്വാളിറ്റിയുള്ള എപ്സം സാൾട്ടാണ്. ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ കാണുന്ന നമ്പറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അയച്ചു തരാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് ആപ്പിൾ ചെറിക്ക് മുതൽ അതേപോലെ തന്നെ സീതപ്പഴത്തിന് ഒക്കെ ഏറ്റവും നല്ലൊരു റിസൾട്ട് തരുന്ന ഒന്ന് തന്നെയാണ് ഇത്തരം എപ്സം സാൾട്ട്. അതേപോലെ തന്നെ നിറച്ച് നല്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും അതേപോലെ തന്നെ കായ് കിട്ടാനും ഒക്കെ നല്ലതാണ്. എപ്പോഴും കൊടുക്കേണ്ട, മാസത്തിൽ ഒരിക്കൽ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് അതിൻ്റെ മൂട്ടി വീണ് ചെടിക്ക് വേറെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുറേശ്ശെ ഒഴിച്ചു. ഇതിനകത്തൊരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കൂടിയാൽ പ്രശ്നമാണ്. നമ്മളൊരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 2 ടേബിൾ സ്പൂൺ വലിയ മരങ്ങൾക്കും ചെറിയ ചട്ടിയിലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5 ലിറ്ററിൻ്റെ ബക്കറ്റിനകത്ത് എടുക്കുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് വീതം എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കുക. അത് പ്ലാന്റിന് നല്ലൊരു ബൂസ്റ്ററായിട്ട് ആക്ട് ചെയ്യും. വീട്ടിലൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ കായ്ക്കാതെയും പൂക്കാതെയൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? അതിനൊക്കെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന് വിശദമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക. നേരത്തെ നമ്മൾ ഡിപ്പോയിൽ നിന്നൊക്കെ ഒരു പാക്കറ്റിനായിട്ട് നമുക്ക് തരാം. ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരാൻ സാധിക്കും. അതുകൊണ്ട് ഇതേപോലെയുള്ള അമ്പഴത്തിന് മുതൽ പല എല്ലാ പഴങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. നമ്മളെ ചാമ്പയ്ക്ക് വരെ ബെസ്റ്റാണ് കേട്ടോ. ചാമ്പ, അതേപോലെ തന്നെ ഇലിമ്പിക്ക, ശീമനെല്ലിക്ക, അരിനെല്ലിക്ക, ഇവയ്ക്കൊക്കെ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളെ പച്ചക്കറിക്ക് ലൈറ്റായിട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറേശ്ശെ കൊടുത്താൽ മതി. ഇപ്പം പറഞ്ഞ കണക്ക് തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ 1 സ്പൂൺ എടുത്തതിന് ശേഷം ഒരു 5 ലിറ്ററിൻ്റെ ബക്കറ്റിനകത്ത് നല്ല വൃത്തിയാവണം കലക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. പ്ലാന്റിന് മഞ്ഞളിപ്പുണ്ടെങ്കിൽ ആദ്യമേ അതങ്ങ് മാറിക്കിട്ടും. നമ്മൾ ഈ ചെടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗസൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചെടി ഒരു മോശ രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ മാത്രമേ കൂടുതലും ഫംഗസ് അതിനകത്ത് ആക്ട് ചെയ്യത്തുള്ളൂ. അന്നേരം അത് വരാതെ തഴച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ കീടങ്ങൾ അങ്ങനെ വരത്തില്ല. പ്ലാന്റിൻ്റെ എന്താ പറയുക, ഈ ഒരു പ്ലാന്റിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ നമുക്കിത് കൊടുക്കാൻ സാധിക്കും. നല്ലൊരു വളമായിട്ട് ഞങ്ങൾ ഒരു അഡ്വൈസാണ്, നല്ല ഒരു വളമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് എപ്സം സാൾട്ട്. തെങ്ങ് മഞ്ഞളിപ്പിന് വരെ നമുക്കത് കൊടുക്കാൻ സാധിക്കും. ചെടികളിൽ പൂ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ മറ്റുള്ള റോസ്, ചെമ്പരത്തി, പിച്ചി, പിച്ചകം ഇങ്ങനെയുള്ള ചെടികൾക്കും ഒക്കെ നമുക്ക് കുറേശ്ശെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ട് അതിന് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഒരു 5 ലിറ്ററിൻ്റെ ക്യാനാണ്, വാട്ടർ ക്യാൻ, പൂവാളി എന്നൊക്കെ നമ്മൾ സാധാരണ ഗതിയിൽ പറയും. അതിനകത്തേക്ക് ഇത് 1 ടേബിൾ സ്പൂൺ ഇടുക. അതിനുശേഷം അതിനകത്ത് നല്ലപോലെ നിറച്ച് വെള്ളം ഒഴിക്കുക. നല്ലപോലെ കലക്കിയതിന് ശേഷം കുറേശ്ശെ മൂട്ടിൽ ഇതെല്ലാം ചട്ടിയിൽ നിർത്തി കായ്പ്പിക്കുന്ന നമ്മളെ പഴച്ചെടികളാണ്. അതിനകത്തേക്ക് നാരകത്തിൻ്റെ ചെടിയാണ്. അതേപോലെ തന്നെ നെല്ലി, ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ്. നമ്മളെ ബോൺസായി തെങ്ങ് നിൽക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ, അതിനും അതേപോലെ തന്നെ ബേറാപ്പിളിന്, അതേപോലെ റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ അങ്ങനെയുള്ള പഴങ്ങൾക്കും എല്ലാം കൊടുക്കാം കേട്ടോ. അബിയൊക്കെ നല്ല രസമുള്ള പഴങ്ങളാണ്.
എന്നിട്ട് അതിനും എല്ലാം നമുക്ക് കുറച്ച് വയ്ക്കാം. അതേപോലെ നമ്മൾ ഡബിൾ സീസൺ കുടംപുളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ എപ്സം സാൾട്ട്. എന്താണ്ട് ഇലയിലുമൊക്കെ വീണെന്നും പറഞ്ഞു അത്രയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചാമ്പയ്ക്ക് അതേപോലെ തന്നെ അരിയിട്ട് മുളപ്പിച്ച ചാമ്പ മുതൽ നമ്മൾ ലെയർ ചെയ്ത ഇമ്പോർട്ടഡ് ചാമ്പകൾക്ക് വരെ നമുക്കിത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് എടുക്കും. അതേപോലെ നല്ലപോലെ പ്രൂൺ ചെയ്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റാണ്. അതേപോലെ തന്നെ കണ്ടില്ലേ ഒരു പ്ലാന്റിന് നമുക്ക് ഇലയിൽ വീഴത്തക്ക രീതി നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നിൽക്കുവാണ്. കണ്ടില്ലേ ബേറാപ്പിളും പൂത്തും കാഴ്ചയൊക്കെ കിടക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളും വീട്ടിലൊരു ഒരു ചെറിയ പാക്കറ്റ് മേടിച്ചിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.